ബി.ജെ.പിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണല്ലോ വന്ന് നിൽക്കുന്നത്. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. കേരളത്തിൽ ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ ഒരിടത്ത് ഈ ബി.ജെ.പി ഉയർത്തിയ മുദ്രാവാക്യം എന്താ? എത്ര ശിഥിലമായ മുദ്രാവാക്യമാണ്. നാടിനെ തകർക്കുന്ന, തെരുവിൽ ഇവരെയൊക്കെ കൈകാര്യം ചെയ്യേണ്ട കാലം കഴിഞ്ഞില്ലേ? എന്ത് മുദ്രാവാക്യം വിളിച്ചു? ഓർമ്മയില്ലേ ഗുജറാത്ത്. ഓർമ്മയില്ലേ ഗുജറാത്ത്. എന്താണ് ഓർമ്മിക്കുന്നത് നിങ്ങൾ? അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാ മതി. ചെറുക്കൻ കീടക്ക് തിമിർത്ത് കാലക്ക്. ഓർമ്മയില്ലേ ഗുജറാത്ത്. എവിടെയാണ് നിങ്ങൾ കൊണ്ടത് കളിക്കാൻ പോകുന്നത്? ഇത് കേരളമാണ്, മറന്നു പോകരുത് സന്ദീപ് വാര്യർ. ഞാൻ തുറന്നു പറയുന്നു, ഒരു RSS ബി.ജെ.പി എന്നൊക്കെ പറഞ്ഞാൽ അതിൽ കൊള്ളാമെന്നുള്ള, കാണാൻ കൊള്ളാം, ചന്തത്തിൽ സംസാരിക്കും എന്നൊന്നുമില്ല. ഉള്ളിലിരിപ്പ് തനി വർഗീയതയാണ്. സന്ദീപ് വാര്യർ, ഞാൻ അദ്ദേഹം എനിക്കെതിരെ വ്യക്തിപരമായി പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ രണ്ടാം ഘട്ടത്തിൽ വരാം. ആദ്യം പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം. ശ്രീ തരിഗാമിയുടെ വിഷയത്തിൽ, കാശ്മീരിലെ വിഷയത്തിൽ സീതാറാം യെച്ചൂരി കേസ് കൊടുത്തു എന്ന് പറഞ്ഞു. സീതാറാം യെച്ചൂരിക്ക് കേസ് കൊടുക്കാം, ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് റഹീമിനും കേസ് കൊടുക്കാം. ഇവിടെ കേരള ഗവൺമെന്റ് എങ്ങനെ കേസ് കൊടുക്കും എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ട് ചോദിച്ചത്. രണ്ട്, പാർലമെന്റിലെ മെജോറിറ്റി ഉപയോഗിച്ച് നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾക്ക് പാർലമെന്റിൽ പൂർണ്ണമായ ഭൂരിപക്ഷം ഇല്ലല്ലോ. ഇപ്പോഴും രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷത്തുള്ള ആളുകൾ കൂടി വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമ ഭേദഗതി പാസ്സാവുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പാർലമെന്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും ഒക്കെ അടിച്ചമർത്തി എന്ന് പറയുന്നതിൽ എന്ത് പ്രസക്തിയുള്ളത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക്, ഞാൻ ചോദിട്ടെ, നിങ്ങൾക്ക് പ്രതിപക്ഷത്തെ ആളുകളെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങളുടെ ഒപ്പമുള്ള ആളുകളെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ നിയമ ഭേദഗതി രാജ്യസഭയിൽ പാസ്സാകുമായിരുന്നു. CAB എങ്ങനെ പാസ്സായി? അതാണല്ലോ ഇവർ പാർലമെന്റിൽ ജനാധിപത്യ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ അടിച്ചമർത്തിയെന്ന് റഹീം പറഞ്ഞത്. അത് പാസ്സായത് പ്രതിപക്ഷത്തിന്റെ കൂടി സഹകരണത്തോടു കൂടിയല്ലേ? എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയല്ലേ? ഞങ്ങൾ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തി. പ്രതിപക്ഷത്തിന്റെ കൺസെന്റ് നിങ്ങൾ എങ്ങനെയാണ് വാങ്ങുന്നത്? 3 ഇൻകം ടാക്സ്, പിന്നെന്താണ്? പ്രലോഭനം, ഭീഷണി. എന്നിട്ട് നിങ്ങളൊരു ഫെയർ പൊളിറ്റിക്കൽ പ്രാക്ടീസിന് തയ്യാറാണോ? നിങ്ങൾ മായാവതിയെ നിശബ്ദനാക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഓരോരുത്തരെയും നിശബ്ദരാക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ കൺസെന്റ് വാങ്ങിയെന്ന് പറഞ്ഞു. എങ്ങനെയാണ് വാങ്ങിയത്? അത് പർച്ചേസ്ഡ് ആണ്. എങ്ങനെ? പ്രലോഭനം, ഭീഷണി, ഇതൊക്കെയല്ലേ? എനിക്ക് പറയാലോ, റഹീം നേരത്തെ പറഞ്ഞു ഞങ്ങൾ പാർലമെന്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തിയെന്ന്. ഇപ്പൊ ഞങ്ങൾക്ക് പാർലമെന്റിൽ ഭൂരിപക്ഷം ഇല്ല എന്ന് ഞാൻ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞപ്പോൾ റഹീം പറയുന്നു ആ ഭൂരിപക്ഷം ഞങ്ങൾ വ്യാജമായിട്ടുണ്ടാക്കിയതാണ്, ഭീഷണി കൊണ്ടുണ്ടാക്കിയതാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ റഹീം പ്ലീസ് ഉറച്ചു നിൽക്കൂ. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഞങ്ങൾക്ക് അങ്ങ് വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞു, ഞാൻ അതിനെ ഖണ്ഡിച്ചു. അപ്പൊ അത് അംഗീകരിക്കാനുള്ള മാന്യതയാണ് കാണിക്കേണ്ടത്. ഇവിടെ റഹീം എനിക്കെതിരെ കുറെ വ്യക്തിപരമായ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിലേക്ക് വരാം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇവിടെ മുദ്രാവാക്യത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. മുദ്രാവാക്യം നോക്കൂ, രാജ്യത്ത് മതവിഘടനം ഉണ്ടാക്കുന്ന രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ അത്തരം മുദ്രാവാക്യങ്ങളെ എതിർക്കുന്നു. അയ്യോ അത് വേണ്ട. പക്ഷേ റഹീം ഇവിടെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞു. റഹീമെ അതേ ആവേശത്തോടുകൂടി 21-ൽ ഊരിയവാൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് മുദ്രാവാക്യം വിളിച്ച് നടത്തിയിട്ടുള്ള, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രകടനങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ റഹീമിന്റെ DYFIക്ക് നട്ടലുണ്ടോ?